ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ ലാസ്റ്റ് വണ്ടി അങ്ങനെ വീരാജിപ്പേട്ട വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അടുത്ത കൊറോള. അപ്പോൾ ആ കൊറോള എടുക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ വീരാജിപ്പേട്ട പോവാണ്. അതായത് ഇത് നമ്മുടെ അക്കോട്. അപ്പം നമ്മുടെ പുൽക്കൂടൊക്കെ നല്ല രീതിയിൽ നിൽപ്പുണ്ട്. വെള്ളം നനച്ചു കൊടുത്തു. എവിടെ? ഈ സൈഡല്ലേ? വൈകുന്നേരം അപ്പം വെള്ളം ഒഴിച്ചും സെറ്റപ്പ് ആക്കണം. നമ്മുടെ ഈ പുല്ല് കളയല്ലേ, പുല്ല് നമുക്ക് എടുക്കണം. പുൽവിത്ത് വാങ്ങാൻ പറ്റുമോ ഓൺലൈനിൽ? ഇതിന്റെ പുൽവിത്ത് വാങ്ങണേ. നാളെ ദൈവനെ പിന്നെ കൊണ്ടുപോവാണ് പണിയാൻ വേണ്ടി. അതുകൂടാതെ നമ്മുടെ മറ്റേ കുറവുകളെയും കൊണ്ടുപോവാണ്. അത് നമ്മുടെ 2 ചെക്കന്മാർ കൊണ്ടുപോയി ആ വണ്ടി. അപ്പോൾ അവർ കുറച്ചും കൊണ്ടുതരും. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത് ഇവരോട് പറഞ്ഞല്ലോ ഗൈസ്, നിങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഇത് വിറ്റായിരുന്നു, അതായത് സഫാരി സ്ട്രോം വിറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പർ മാറ്റമാണ് ഇന്ന്. അതായത് ആർട്ടിയോനെ കണ്ട സംഭവങ്ങൾ ചെയ്യേണ്ട പരിപാടി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടി കമോൺ എല്ലാവരും. അതായത് നമ്മുടെ സഫാരി നമ്മൾ കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പർ അതുപോലുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ നേരെ വീരാജിപ്പേട്ടയ്ക്ക് പോവാണ്. കാരണം ഇന്നത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള ദിവസമാണ്. ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഡ്രൈവറിനെ വിട്ടാണ് വീരാജിപ്പേട്ട വരെ വണ്ടി കൊണ്ടുവരുന്നത്. അവിടെ നമ്മൾ വണ്ടി എടുക്കുന്നു, ഇങ്ങോട്ട് വരുന്നു. സെയിം കുറവുള്ള വ്യത്യാസമോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സൈഡിൽ കൂടെ ഉള്ള ഈ വഴിയിൽ കൂടെ നേരെ നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് കയറുന്നു. അവിടുന്ന് നമ്മൾ നേരെ കർണാടകയിലേക്ക് കയറുന്നു. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തെത്തി. ഇവിടെ ഇന്ന് എന്തോ തിരുപ്പട്ടോ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അച്ഛനാണെന്ന് എന്താ പരിപാടി? അതായത് ഇത്ര വണ്ടി. അതെ ഓരോളാന്ന് നോക്കിയേ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇത്ര വണ്ടി കാണുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇടവകം മൊത്തം ഉണ്ടാവും. അതെ ഈ ഇടവകം പിന്നെ വേറെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ടാവും. ഡ്രൈവർമാർ മാറി കേട്ടോ. ഞങ്ങൾ നേരെ ഡ്രൈവർമാർ മാറി. അപ്പം ഞങ്ങൾ നേരെ പോവാണ് കർണാടകയ്ക്ക്. അപ്പോൾ ഫൈനൽ ഡ്രൈവർ മാറി. എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് നാളെ മുതൽ ഇനി നമുക്ക് അങ്ങോട്ട് കേസും ഇതായിരിക്കും. 23-ാം തീയതി നമുക്ക് 23 ഇന്ന് 26, നാളെ 27. 27-ാം തീയതി നമുക്ക് കോടതിയുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ നമ്മൾ പ്രതിയായ കേസിൻ്റെ ഇത്. പിന്നെ അതുകൂടാതെ ഇനിയിപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ പാസ്പോർട്ട് അപേക്ഷിക്കാൻ വേണം. പുതിയ കുറച്ച് റൂളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കേസുള്ളവർക്ക് പാസ്പോർട്ട് കൊടുക്കണം എന്നുള്ള. പക്ഷേ അത് കിട്ടും, പണ്ട് പോലെ കിട്ടുമായിരുന്നു. പക്ഷേ 2 വർഷത്തെയായിരുന്നു. പക്ഷേ അത് കൂടുതൽ കിട്ടണം, എന്നാൽ നമുക്ക് യൂറോപ്യൻ വിസ അടിക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ അത് പറയാൻ പറഞ്ഞല്ലോ. 2021 മറ്റേ ബസ് ഇഷ്യൂവിന്റെ നമ്മൾ കൊടുത്തില്ല ഒരു കേസ്. ആ കേസ് പിന്നെ നമ്മൾ അവിടെ ഒരു കേസ് കൊടുത്തായിരുന്നു. പക്ഷെ എന്നെ സംഭവം എന്ന് വെച്ചാൽ ആ കേസിൽ നമ്മളിപ്പം പിന്നെ ഇത് സാക്ഷിയായിട്ട് 2026 2-ാം മാസത്തിൽ നമ്മളോട് പിന്നെ വിറ്റ്നസ് എടുക്കാൻ വേണ്ടി ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിന് പോകേണ്ടി വരും. അപ്പോൾ ആസാമിൽ നഗോണിൽ ചിലപ്പം പോകേണ്ടി വരും. നമ്മുടെ വീഡിയോ ആണ് നാട്ടിൽ നഗോണിലുണ്ടെന്ന് പറയണേ. അപ്പോൾ 2-3 സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പം അതിനൊന്ന് പോകേണ്ടി വരും. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അങ്ങനെ. പിന്നെ ഇതൊന്നും കൂടാതെ സാധാരണ ആൾക്കാർ ക്രിസ്മസിന് വന്നിട്ട് ന്യൂ ഇയറിനൊക്കെ ഏറ്റവും കൂടുതൽ പോവാ. ഇതുകൊണ്ടോ ഞാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ തിരക്ക് ഈ റൂട്ടിൽ കണ്ടിട്ടില്ല. അമ്മാതിരി തിരക്ക്. നല്ല തിരക്കായിരുന്നു ഈ റൂട്ടിന്. ഞാൻ വന്നപ്പോ നല്ല തിരക്കായിരുന്നു. ഇരട്ടിയിലേക്ക് ഇറങ്ങത്തില്ലല്ലോ. ഇരട്ടിയിൽ ഇറങ്ങത്തില്ല കേട്ടോ. അമ്മാതിരി തിരക്കാ. വെക്കേഷൻ തുടങ്ങിയല്ലായിരുന്നു. ക്രിസ്മസിന്റെ തലേദിവസം വെക്കേഷൻ തുടങ്ങിയത്. അപ്പൊ എല്ലാരും കർണാടകത്തേക്ക് ട്രിപ്പ് ഒക്കെ പോകുന്നതായിരിക്കും. നേരം വെളുത്ത് ഫുൾ കർണാടകക്കാര്. എല്ലാ വശത്തും കർണാടക. KL വണ്ടി അല്ലാതെ KA വണ്ടി അല്ലാതെ വേറൊരു സാധനം ഇല്ലായിരുന്നു. മൈക്കിൾ എന്ത് ചെയ്യാമേ? എല്ലാരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാ കുട്ടിക്ക് പാൽക്കുപ്പി കൊടുക്കുന്നതെന്ന്. കൈസ് അവൻ സമ്മതിക്കണ്ടേ കൈസ്? അതായത് എന്തുകൊണ്ടാ കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ അവനെ ഇതില്ല, സമ്മതിക്കത്തില്ല. നമ്മളെ ഒരു പരിധിക്കുള്ള അവനെ പ്രഷർ ചെയ്യാൻ പറ്റുമോ? കുഞ്ഞു കൊച്ചല്ലേ. അപ്പോൾ അതാണ് ഒരു സംഭവം. ഗൈസ് ഞങ്ങളുണ്ടല്ലോ ഈ ചെക്ക് പോസ്റ്റ് വന്നതിന് ശേഷം ഇന്നേ വരെ ഞങ്ങളിവിടെ പിടിച്ചിട്ടില്ലേ. കഴിഞ്ഞ ഈ പ്രാവശ്യം ഈ വണ്ടി കൊണ്ടുവന്ന അന്ന് എന്നെ ലിവിനെ പിടിച്ച് അല്ല ഇവിടെ വെച്ച് പിടിച്ച്. നമ്മള് സാധാരണ മാന്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വിഷയമൊന്നും. എക്സൈസ് ഉണ്ട്, RTO ഉണ്ട്, പോലീസ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റാ എല്ലാം ഒരുമിച്ചാ. എന്തൊക്കെ ഫോഴ്സ് ഉണ്ടോ പിന്നെ ഫോറസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത് മൊത്തം ഉണ്ട്. യെസ് ഫൈനലി നമ്മള് കേരള കർണാടക ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. നീ പെരിയ പോയത് കേട്ടോ. എല്ലാരും മമ്പം വിടില്ല. ഇതെന്താ മാരത്തോൺ വല്ലതും ഉണ്ടോ? എല്ലാവർക്കും പെട്ടെന്ന് പോണം.
ഇവിടെയൊക്കെ തല്ലിപ്പൊളിയായിട്ട് കിടക്കുന്നു റോഡ്. എല്ലാം റെഡിയായി, എല്ലാം സെറ്റപ്പ് ആയി. എന്നാ റോഡിന് ഇപ്പൊ വീതി നേരത്തെ ഇത്രയും വീതി ഇല്ലായിരുന്നു. മൈക്കിളെ മൈക്കിൾ ഉറങ്ങാനുള്ള പരിപാടിയാന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റ് ആവട്ടോ, നീ പാൽക്കുപ്പി പിടിക്കുന്നെന്ന്. പിന്നെ അത് മാത്രല്ല, കൊച്ചിനെ കാണുമ്പോ അവൻ എപ്പോഴും ദേഷ്യവാ. നിനക്ക് ഭയങ്കര ദേഷ്യമാണ് പറയണേ. അവൻ സത്യം പറഞ്ഞ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ വീഡിയോ എടുക്കാൻ നേരത്ത് അവന്റെ മൂടി ശരിയാണെന്നില്ല. അതെ, അതാണ് സംഭവം. ഇന്നലെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പൂസിനെ അപ്പൂസ് നിന്നെ തല്ലാന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നത്. എന്റെ തല്ലിപ്പോ അപ്പൂസാ മേടിക്കുന്നത്. ഇടയ്ക്ക് മൈക്കിളെ ചെറിയ കുറുമ്പ് കാണിക്കട്ടോ, അല്ലാത്ത സമയത്ത് വലിയ കുഴപ്പങ്ങളോ സംഭവങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇവിടെ പൈസ ഇപ്പം വരെ മേടെ പോയിട്ട് വരാന്ന് പറയാം. ഫോറസ്റ്റിന്റെ കേട്ടോ, അതായത് ഈ ഫോറസ്റ്റിന്റെ വികസനത്തിന് ഇവിടെ 50 രൂപ കൊടുക്കണം. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, പ്രഷറില്ല. നമ്മള് കാരണങ്ങളൊക്കെ പറയാനായിട്ട് ഞാന് മാസത്തിൽ 1 കൊടുക്കുവേ. അല്ലാത്ത സമയത്ത് നമ്മൾ പറയും ലോക്കലാണ് ഇവിടെ വീട്. അല്ല, ലോക്കൽസിന് പ്രത്യേകത ഉണ്ട് തന്നെ. ഇത് നമ്മുടെ ഈ സറൗണ്ട് എത്ര 10 റൗണ്ട് അല്ല, ഈ റൗണ്ടിലുള്ള 15 കിലോമീറ്റർ ഉള്ളവർക്ക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട്. ഞങ്ങളുടെ സൺറൂഫ് 1 ഇനി ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം കൂടെ പോകും. പക്ഷെ ഈ ഗ്ലാസ് മൊത്തത്തിൽ പോകത്തില്ല കേട്ടോ. ഗ്ലാസ് ഈ 2 മാത്രമേ പോകുള്ളൂ. അതാ ഉടിയുടെ കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ. ഈ റോഡ് ഫുൾ അലമ്പായിട്ട് തല്ലി പൊളിയായിട്ട് കിടക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ അത് ശരിയായി. ഈ റോഡ് ടാർ ചെയ്യുന്നതിന് കുറെ അല്ല, ഈ വീതി അങ്ങോട്ടില്ല കേട്ടോ. നോക്കണേ, ഈ വീതി അങ്ങോട്ടില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം, ഈ വണ്ടി ആദ്യമായിട്ടാണ് ഇവൾ ഓടിക്കുന്നത്. അതുകൊണ്ട് ഓവർ ആവേശം വേണ്ട, ശ്രദ്ധിച്ച് പതിയെ പോയാൽ മതി കേട്ടോ. നോക്കണേ ഓവർ ഇറക്കൊന്നും വേണ്ട. പറ്റുന്നില്ല അങ്ങ് നിർത്തിയാരെ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കണ്ടിട്ടില്ല. പറ്റുന്നില്ല അവിടെ ചവിട്ടി നിർത്തുന്നത്. അവരവരുടെ ഇഷ്ടത്തിന് അങ്ങ് പൊക്കോളും. തെറിയാക്കുന്നേ മൈക്കിളെ ചിന്ത അവൻ എന്തോ ചിന്തിച്ചോണ്ടിരിക്കുന്നു. മൈക്കിൾ രാവിലെ ഒത്തിരി പിണക്കത്തില്ല ആപ്പൂസിനോട്. അത് 2 ദിവസം കണ്ടു കഴിഞ്ഞാൽ 3-ാം ദിവസം നമ്മൾ കൊതി കുത്തണമല്ലോ. അപ്പൻ എന്തെന്ന് വെച്ചാൽ അപ്പൻ അപ്പുറത്തെ വീട്ടിലേക്ക് പോയേക്കുവാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു അതെ, അവിടുത്തെ തെങ്ങിലെ തേങ്ങ മൊത്തം കുരങ്ങന്മാര് പറിച്ചിട്ടു. പിന്നെ അതുകൂടാതെ അപ്പൻ അവിടെ ഒരു പൂച്ചയുണ്ട്. അപ്പൊ അങ്ങനെ സംഭവമായിട്ട് അപ്പൻ അങ്ങോട്ട് പോയേക്കാണ്. അപ്പം എന്താ പറയാ, അപ്പം വന്നില്ല. ഓ, ഇവിടെ കട്ടറാട്ടോ, ശ്രദ്ധിക്കണേ. വളരെ പെതിയെടുത്താൽ മതി കേട്ടോ. ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലത്ത് ഇതേപോലത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ പരിപ്പിളകി പോട്ടോ. അതാണ് ഒരു യാഥാർത്ഥ്യം. നിന്റെ അപ്പൻ നല്ല ഡ്രൈവറാ, പക്ഷെ നീ അത്ര നല്ല ഡ്രൈവറല്ല. അല്ലേടാ അപ്പൂസ, സത്യം പറയടാ. പണ്ട് അപ്പൂസ ഇവരുടെ വീട്ടിലെ കാർ എടുത്തിട്ട് ഒറ്റ കാർച്ചയാ. അപ്പൊ അന്നത്തോടു കൂടി എനിക്ക് ഏകദേശം കാര്യങ്ങള് പിടികിട്ടി. ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ കാര്യം, നീ കേറ്റിട്ട് ഓടിക്കുന്നോണ്ടാ എനിക്ക് ഇത്ര ഇത്. ഇറക്കിയിട്ട് ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഒരു കുരുടിയായിരുന്നു. നീ ഗൈസ്, ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഡ്രൈവിംഗ് അറിയാൻ ഇപ്പൊ നമ്മുടെ വണ്ടിയിലാണെങ്കിൽ എണ്ണം കൂടി 3 പേരായി. അപ്പൊ 3 പേരായപ്പോ നീ വേണിച്ചോളെ സീറ്റ് കയറ്റിട്ടോടി. നമ്മൾ ഇത്രയും പേരിലുണ്ട്, എല്ലാവർക്കും അഭിപ്രായമാണ്. അപ്പൊ ഓടിക്കാൻ ഇച്ചിരി പാടായിരിക്കും, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ബാംഗ്ലൂരിൽ പോവാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊറോള എടുക്കുന്ന ലിബിനാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊറോള എടുക്കുന്ന ലിബിന് എന്നാ എന്നോട് എത്ര നാട്ടുകാർ ചോദിച്ചു. നീയോ എന്നോട് അയലകത്ത് വെച്ചാട്ട് നീ ബാംഗ്ലൂർ ഓടിച്ചെത്തിയല്ലേ ഗൈസ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് എന്തായാലും ചുരം കയറുമ്പോൾ കാണാട്ടോ. എൻഡവറിന്റെ ഉണ്ടല്ലോ, ഈ ഡിസ്പ്ലേ ചെറുതാണെങ്കിലും എല്ലാ ഇൻഫർമേഷനും വീഡിയോ മാത്രം കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ.
ബാക്കിയുള്ള ഒരു വിധപ്പെട്ട എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റും. വണ്ടി റണ്ണിങ്ങിൽ ഡ്രൈവറിന്റെ സൈഡിലുള്ള ഒരു സാധനം വർക്ക് ചെയ്യരുത്. അങ്ങനെയല്ല, നീ അങ്ങനെ സംശയം നോക്കി കഴിഞ്ഞാൽ വണ്ടി വളരെ പെതിയാക്കിയിട്ട് സ്ലോയിൽ ഓടിക്കാൻ മനസ്സിലായില്ലേ? ഡ്രൈവറിന്റെ അവിടുത്തെ എന്റെ സാധനം എന്നറിയാമോ, ഇപ്പൊ വണ്ടി ഓടിച്ചോടാ, ക്രിക്കറ്റ് ആണ്, ഫുട്ബോൾ ആണ്, അതിന്റെ അകത്ത് ആകാംക്ഷയോടെ നിൽക്കുകയും ചെയ്യും, അവിടം കൂടും. അത് കാരണം അത് ബ്ലോക്ക് ആക്കി ഇട്ടാക്കുന്ന ഇതെന്തോ ഒരു സാധനം കുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് അല്ലാതെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത്. അല്ലേ? അതെ, അപ്പുനെ തോണ്ടുന്നുണ്ടോ? അപ്പുനെ ഉപദ്രവിക്കുക, കാറിന്റെ അകത്തിരുന്ന് അവനെ ഉപദ്രവിക്കുകയാണോ നീ? വാവേ മാക്കൂട്ടൻ ചുരം അതിനെ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഒരു കട, ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഒരു കട. ഈ 2 കട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോ കട. പിന്നെ അങ്ങ് മേളില് വിരാജ്പേട്ട എത്തണം. അല്ല, വിരാജ്പേട്ട എത്തണ്ടേ? 10 കൊല്ലം മുന്നേ ഇവിടെ വരണായിരുന്നു, തിരക്കായിരുന്നു ബീവറേജ് ഉള്ള സമയത്ത്. അന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് പഠിച്ചത്. ഇത് വയർലെസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫോൺ ഇതിൽ കണക്ട് ചെയ്യാം. ഇത് വയേർഡ് ആയിട്ട് ആൻഡ്രോയിഡും മറ്റേ ഇതും കണക്ട് ചെയ്യുന്നുണ്ടോ? അതെ, പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടോ. ഇവിടെ നമുക്ക് വിഷയങ്ങളൊന്നുമില്ല, ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം പ്രശ്നങ്ങളുണ്ട്. കാരണം പൈസ കൊടുക്കണം. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇത് HR-അല്ലേ കിടക്കുന്നേ? പോലീസ് സ്റ്റേഷൻ ആട്ടോ, ഫുള്ള് പോയല്ലോ. ചെക്ക് പോസ്റ്റും പോലീസ് സ്റ്റേഷനും കൂടെ അടി നോക്ക്. പോലീസ് ഔട്ട് പോസ്റ്റ് ഫുള്ള് കാട് കയറി കേട്ടോ, എല്ലാം നശിച്ചിരിക്കുന്നു. ഇത് കണ്ടോ, ഇവിടെ ഇപ്പം കുറച്ച് വണ്ടി എടുത്തില്ല. ഇവിടെ ഒരു കട, അവിടെ ഒരു കടയുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞത് എന്ത് ബ്ലോക്ക് നോക്കിയേ. അതിപ്പോ ഞാൻ അവിടെ ലൈറ്റ് ഇട്ട് കാണിച്ചപ്പോ നിർത്തിത്തോണ്ട് എനിക്ക് ബ്ലോക്കാ. ഇതിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ചെക്കൻ ഏതൊക്കെ രജിസ്ട്രേഷൻ ഉണ്ട്, ആ രജിസ്ട്രേഷൻ മൊത്തം ഇപ്പൊ ഇതിലുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലെ. ഒരിടയ്ക്ക് വണ്ടി വളരെ കുറഞ്ഞാണ്, ഇപ്പം വണ്ടി ഭയങ്കരമായിട്ട് കൂടി കേട്ടോ. ട്രക്കൊക്കെ വരാൻ തുടങ്ങി. അതായത് നമ്മളങ്ങനെ ബേസിക്കലി അങ്ങനെ ഹെയർ പിൻ കയറുവാണ്. ഇനിയിപ്പം നമുക്കൊരു, എനിക്ക് തോന്നുന്നു എത്ര ഉണ്ടല്ലോ പിന്നെ ഹെയർ പിൻ? എനിക്ക് തോന്നുന്നു 9 ഹെയർ പിൻ ഉണ്ട് അല്ലേ? ഹെയർ പിൻ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കുരങ്ങുകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. പക്ഷെ ചില ആൾക്കാര് ഇവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്, പക്ഷെ കൊടുക്കാൻ പാടില്ല കേട്ടോ. കൊടുക്കുന്ന നിയമപരമായിട്ട് തെറ്റാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം കേട്ടോ. അത് വലിയ വാഹനങ്ങൾ സത്യം പറഞ്ഞാൽ കടത്തി വിടാത്തതാണ്. പക്ഷെ കടത്തി വിട്ട് കഴിഞ്ഞുള്ള വിഷയങ്ങൾ ഇതാട്ടോ. പണ്ട് എൻ്റെ ഒരു ഓർമ്മയിൽ 2-3 പ്രാവശ്യം മൾട്ടി ആക്സിൽ പോയിട്ടുണ്ട്. പിന്നെ അതോടുകൂടി പിന്നെ പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് കേട്ടോ. കൈക്കൂലി കയറി പോകുന്ന വണ്ടി ആയിരിക്കാം, നമുക്ക് വ്യക്തതയില്ല. പിന്നെ വേറെ രഹസ്യം ഞാൻ പറയാം. രാത്രി ആകുമ്പം ഇതിലെ നൈറ്റ് സർവീസ് ഇറങ്ങി തുടങ്ങും. അപ്പോഴാണ് കിളി പോകുന്നത്. അത്ര വണ്ടി കേട്ടോ ഞങ്ങളുടെ ഇവിടുന്ന് കണ്ണൂരിന്ന് ഈ പറഞ്ഞ ബാംഗ്ലൂർക്ക് സർവീസ് നടത്തുന്നത്. അത്ര ആൾക്കാരുണ്ടെന്ന് ആലോചിക്കണം. അതിന് പിള്ളേരുകളൊക്കെ പഠിക്കുന്നത് എവിടെയാ? ബാംഗ്ലൂര്. ഇപ്പൊ നമ്മുടെ നാട്ടില് പിള്ളേരുണ്ടോ? ഇല്ല. ഉണ്ട്, നമ്മുടെ നാട്ടിലല്ല, UK, കാനഡ അല്ല, ബാംഗ്ലൂർ ഇപ്പൊ ആരും പഠിക്കുന്നില്ലല്ലോ. കുറച്ചൊക്കെ ഉണ്ട്. ഇല്ല, എന്നാ ഇല്ല. കണ്ടല്ലോ ഇവനെ, ഇഷ്ടം പോലെ അന്യസംസ്ഥാന വണ്ടികൾ വരുന്നത്. കർണാടക വണ്ടി തന്നെയാണ്, കർണാടക വണ്ടിയാ. ഇവിടെ ആരാ എന്തോ തല്ലി പൊളിക്കാൻ സൗണ്ട് കേൾക്കുന്നേ? എന്താ ഇത്? മൈക്കിൾ എന്നാടാ പരിപാടി? എന്നാ തല്ലി പൊളിക്കോ? സീറ്റ് ഗ്ലാസ് ഇപ്പം തുറക്കണം ആണ് സംഭവം. മൈക്കിൾ നോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നോ. പിന്നെ ആന്ധ്ര വണ്ടി, ആന്ധ്രയൊക്കെ അത്യാവശ്യം ഓടാൻ തുടങ്ങി. അതിലൊക്കെ പണ്ട് ഓടുന്നായിരുന്നു കേട്ടോ, ഇപ്പൊ അങ്ങനെ ഇല്ലായിരുന്നു. സത്യം 6 കൊല്ലത്തിന് മുമ്പേ ഒക്കെ, 6ഒന്നും അല്ല ലിബി, 6ഒന്നും അല്ല, അതിന്റെ മുമ്പേ ഈ റോഡ് മൊത്തം അടച്ചായിരുന്നു. ഇപ്പം ഈ വണ്ടിയൊക്കെ കുറഞ്ഞ കേട്ടോ. എനിക്ക് വന്നൊരു 10 വർഷം മുമ്പൊക്കെ ഭയങ്കര ആക്റ്റീവ് റോഡായിരുന്നു ഈ റോഡ്. അതിന്റെ പകുതി വണ്ടിയല്ല ഇപ്പൊ. അടുത്ത ലോറി ഉണ്ടോ നോക്കി, ഇതേതാ രജിസ്ട്രേഷൻ? WB അരി കൊണ്ടുവരുന്നു. അരിയാ അരി കൊണ്ടുവരുന്നു. ഇവിടെ ദൂരം വണ്ടിയാന്ന് ബേക്ക് നിർത്തിയാക്കുന്ന ക്യൂല് നോക്കിയേ. 1-2 വണ്ടിയൊന്നും അല്ല കേട്ടോ, ഇഷ്ടം പോലെ വണ്ടികളുണ്ട് ബേക്ക്. അല്ലെങ്കിൽ പിന്നെ മൊത്തം വണ്ടിയോ, പിന്നെ അങ്ങനെ അവരെ കയറ്റി വിടാനാ. ചില സ്ഥലത്ത് റോഡ് പറ്റ മോശം കേട്ടോ, ചില സ്ഥലത്ത് ഭയങ്കര മോശം. പറ്റേന്ന് വെച്ചാൽ വളരെ പറ്റേ. കഴിഞ്ഞ ദിവസം ഇവിടെ കംപ്ലൈന്റ് ആയ വണ്ടി കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ വമ്പം ബ്ലോക്ക് ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിയിട്ടാണ് ബ്ലോക്ക് മാറി. അറിയില്ലടി, ആയിരിക്കാം, അതിന്റെ ആൾക്കാരായിരിക്കും നോക്കി നിൽക്കുന്നത്. ഈ വശത്തോട്ടൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ. അത്യാവശ്യം എല്ലാം വലിച്ചു വാരിട്ടെന്ന് മാത്രമല്ല, പക്ഷെ മൊത്തം പൂർത്തിയായിട്ടില്ല. ഈ റൂട്ടിൽ വരുന്നത് ഈ കല്ലിറക്കണം, എന്നിട്ട് അറിയുള്ളവര് അതിനുവേണ്ടി ഇങ്ങനെ ഇട്ടിട്ടാ. എനിക്ക് തോന്നുന്നു ആ പോസ്റ്റ് വരെ ഏകദേശം കണക്കാ. പോസ്റ്റ് അല്ല, അങ്ങോട്ട് താഴെ വരെ കണക്കാ. ഞങ്ങൾ അങ്ങനെ മേളിലെത്തി കേട്ടോ. എന്ത് തിരക്കാ ഹോട്ടലുകളെന്ന് അറിയാവോ? ഇവിടെ നേരെയാണ് ഇങ്ങോട്ടാണ്. നമുക്ക് ഇങ്ങോട്ട് പോകണം. ഇതാണ് പോലീസ് സ്റ്റേഷൻ.
ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂര് മൈസൂർ ആ റൂട്ട്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിരാജിപ്പേട്ട, പിന്നെ അതേപോലെ തന്നെ അങ്ങനെ മംഗലാപുരം, അങ്ങനെ 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 എന്നാ തിരക്കാടാ ഹോട്ടലിലൊക്കെ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ വിരാജിപ്പേട്ട എത്തി. സൈഡില് ഇത് കണ്ടോ, ഇത്ര നേരം തല്ലിപ്പുള്ള റോഡായിരുന്നു. സൈഡിലൊക്കെ കാപ്പിത്തോട്ടങ്ങളും പിന്നെ അതുപോലെയുള്ള നല്ല കാഴ്ചകൾ, ഫുള്ള് കാപ്പിത്തോട്ടം, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതിൻ്റെ അകത്ത് കുറെ റിസോർട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മാരിയേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മാരിയേറ്റ് അങ്ങനെയുള്ള പ്രശസ്തമായ ഹോട്ടൽ ശൃംഖലയൊക്കെ ഉണ്ട്. ബട്ട് അപ്രോക്സിമേറ്റ് നല്ല കൊടകിനോട് ഇത്ര ഇതില്ലാത്തുള്ള കൊടകിനോട് എല്ലാവർക്കും ടൂറിസ്റ്റുകൾക്കൊക്കെ എനിക്ക് കൊടക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല പീസ്ഫുൾ ഏരിയ ആണ്. പിന്നെ ഒരു കാര്യം ഇത്ര നേരം നല്ല തല്ലിപ്പുള്ള റോഡായിരുന്നു. ഇപ്പോഴാണ് സെയിം ബട്ട് ഡിഫറെന്റ്. എന്നാ കളർ വ്യത്യാസം. അതായത് എത്ര നേരം തല്ലിപ്പള്ളി റോഡായിരുന്നു, ഇപ്പോഴാണ് അടിപൊളി റോഡ് കിട്ടിയല്ലേ. ഇപ്പോഴാണ് എന്റെ ഒരു സുഖം മനസ്സിലാവുന്നത്. ഇത്ര നേരം നല്ല പൊളി തല്ലിപ്പുള്ളി റോഡായിരുന്നു. നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടാ കേട്ടോ. അവിടെയാണ് നല്ല ഇത് കാണുന്നത്. എന്നാ കാണുന്നത് അവിടെയാണോ നിക്കാന്ന് പറഞ്ഞത്. അതാ ഞാൻ വിചാരിച്ചു ജലദോഷം കുറഞ്ഞോടാ. കുറഞ്ഞു വരുന്നുണ്ട്, ചെറിയൊരു ബുദ്ധിമുട്ട്. ഇവിടെ ടാറ്റയ്ക്കൊക്കെ പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതായത് ടാറ്റയുടെ പ്ലാന്റ് ഉണ്ട്. കിട്ടില്ല വീട് കേട്ടോ. ഇതന്നെ ഇവിടെ നാട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അവരുടെ നാട്, അവരുടെ ഏരിയ, അവരുടെ ഇഷ്ടം. ഇവിടെ ഫുള്ള് ഈ വശം അതെ ഈ വശം അതെ. പക്ഷെ ഇതിന്റെ അകത്തൊക്കെ പോകുന്ന വഴിക്ക് ടാറ്റയുടെ പ്ലാന്റ്, അതുപോലെ തന്നെ കുറേ കമ്പനികളുണ്ട്. കാപ്പിയും യെസ്. ഇവിടെ നിന്ന് ഇനിയിപ്പോ നമുക്കൊരു കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടൗൺ കിട്ടും. പറ്റുമെങ്കിൽ അവിടുന്ന് നമുക്ക് ഒരിച്ചിരി പന്നീർ അവിടെ നല്ല കിട്ടില്ല സാധനം കിട്ടും കേട്ടോ. ഇവിടെ നാട്ടിലേലും എത്ര കുറവല്ലേ, പിന്നെ 30 രൂപ 50 രൂപ കിലോത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലായിടത്തും കൂടി. ഇവിടെ അത്യാവശ്യം സാധനങ്ങൾക്ക് പൈസ കുറവാണ്. പക്ഷെ ഈ ചുരം അത്ര പറഞ്ഞേ ഇവിടെ സാധനത്തിന് കേരളത്തിലെ പച്ചക്കറിക്ക് വില കുറവ്. ആ പച്ചക്കറി ഇവിടെ മേടിച്ച 5 രൂപ 3 രൂപ ഇവിടെ കൂടുതലായിരിക്കും. ആണോ? ഇവിടുത്തെ കച്ചവടം എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോത്തിനകത്ത് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നുള്ള കച്ചവടം. നമ്മുടെ നാട്ടിൽ വെച്ചാൽ 10 കിലോ കൊണ്ട് ആ ലാഭം ഒപ്പിക്കാന്നുള്ള നമ്മുടെ നാട്ടിലത്തെ കച്ചവടം. അറിയാവോ? ഏകദേശം എല്ലാ സൈഡിലെയും കൊയ്ത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുള്ള് കൊയ്ത്ത് കഴിഞ്ഞു. ഡിസംബർ കഴിഞ്ഞില്ല. നാട്ടിലാണ് സ്ഥലത്തിന് ഇവിടെയൊക്കെ 3000 രൂപ കൂടെ സെന്റ് സ്ഥലം കിട്ടും. തമിഴ്നാട്ടിലടാ. തമിഴ്നാട്ടിലും ഉണ്ട്. അതായത് 3 ലക്ഷം രൂപ 1 ഏക്കർ സ്ഥലം കിട്ടും. ഇവിടെ ഏറ്റവും കുറഞ്ഞ ഒരു 20 എന്ത് രസം നോക്കിയില്ല പോകുന്നത്. ഫ്രെയിം നോക്കിയാൽ എല്ലാം കൃഷി ചെയ്ത് നടക്കുന്നുണ്ടോ. നോക്കിയേ എന്ത് രസം നോക്കിയാ കാണാൻ വേണ്ടി. പ്രത്യേക ഫീലിംഗ് ഉള്ള സ്ഥലം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കൊടകി വരാൻ ട്രഡീഷണൽ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ ഈ ഇതുണ്ടോ, ഊമ്പല എന്ന് പറഞ്ഞ ഇതുണ്ടോ. ഇവിടെ പോർക്കാണ് മെയിൻ ഈ കൊടകാർ ഫുഡ്. അപ്പൊ ഈ പോർക്കിന് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അപ്പൊ ഈ കൊടലിൽ നമ്മൾ വിരാജിപ്പേട്ട എടുത്തു കേട്ടോ. ഈ കാണുന്ന ഇവിടുന്ന് ഒരു ഇച്ചിരി ദൂരം, അതായത് ഒരു അല്പ ദൂരം കഴിഞ്ഞാൽ വിരാജിപ്പേട്ട ടൗൺ ആണ്. ആ ടൗണിന്റെ ബസ് സ്റ്റാൻഡിൽ നിൽക്കാനാണ് മിസ്റ്റർ സുഗണൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത് കേട്ടോ. അവന്റെ പേര് ബാബുവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അറിയില്ല എങ്ങനെ ആവും എന്നുള്ളത്. എന്തായാലും ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യട്ടെ കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ പേട്ടയിലെത്തി. നമുക്ക് എണ്ണ അടിക്കണം. നമുക്ക് പോകുന്ന ആ ഭാഗമായിട്ട് അവിടെ നിന്ന് എണ്ണ അടിക്കാം കേട്ടോ. വണ്ടി എടുത്തിട്ട് വന്നിട്ട് അതായിരിക്കാം. മറ്റേ വണ്ടിക്ക് എന്തായാലും എണ്ണ അടിക്കേണ്ടി വരും. ഇതിനിവിടെ ഒരു 3 രൂപ 4 രൂപ അങ്ങനെ കുറവുണ്ട്. അപ്പം അങ്ങനെ നോക്കാൻ നേരത്ത് നമുക്കൊരു അത്യാവശ്യം ഒരു ലാഭം കിട്ടും. അത്ര തന്നെ ഉള്ളൂ. ഇതിലങ്ങനെ പോട്ടെ, ഇങ്ങോട്ട് പോട്ടെ. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ഇവിടുത്തെ ഓട്ടോറിക്ഷ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് സ്റ്റാൻഡ്. കളറുള്ള ബസ്സൊക്കെ കാണാം. ഇനി ഇവിടെ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ KSRTC സ്റ്റാൻഡ് കാണാം. മൊത്തത്തിൽ എല്ലായിടത്തും തിരക്ക് കുറവാണ്. താഴോട്ട് ഒരു ചെറുക്കന് ഇവിടെ ഇതാണ് അടുത്തത്. ഇത് അവിടുന്ന് വന്ന ചെളിയാട്ടോ കാണുന്നത്. ഇതിനെയും കഴുകി വൃത്തിയാക്കണം. ഇതിന് ഒരു രീതിയിലുള്ള ഒരച്ചിലോ പിഴിച്ചിലോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഒരു ചെറിയൊരു സംഭവം. മേരാക്ക ആദ്മിക്കല്ലേ ദിയേഗാ നാ ഇത് സെറ്റപ്പാട്ടെ. ഇത് മൊത്തം പണിത് നിർത്താം. പക്ഷേ ഇതിൻ്റെ ടയറിന് മാത്രം ചെറിയൊരു വിഷയമാണ്. ടയർ മാറണം. ഇവനെ ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. വളരെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ എണ്ണ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഗൈസ് 2-3 രൂപയുടെ എണ്ണ കുറവുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഇവിടെ നിന്ന് അടിക്കാം. ഇത് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ്. പേരെന്നാ? റഷീദ്. ഇവിടെ തന്നെ ലോക്കൽ. ഗൈസ് നോക്കൂ. അപ്പം ഇവനും അടിക്കണം, അതുപോലെ തന്നെ ഇവനും അടിക്കണം. എന്തായാലും 2000 രൂപയുടെ എണ്ണയെങ്കിലും ഇതിന് അടിക്കണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. എടാ 2000 രൂപ അടിച്ചാൽ പോരാ ഇതിന്? 1000 രൂപ അടിക്കല്ല, 2000 രൂപ അടിക്കണം. അതിനും അടിക്കാൻ പറ. അതിനും 2000-ന് 3000-ന് അടിക്കാൻ പറ.
എന്നിട്ട് പോവാട്ടോ ഞാൻ പോലേക്കാം. വണ്ടി നമ്പറും ഞങ്ങളെ നിർത്തി ഒരു ഫോട്ടോ എടുക്കാം, അവരുടെ പ്രൂഫ് ആട്ടോ. ഇത് ട്രാൻസ്പോർട്ട് കമ്പനിയുടെയാ. ആ മേരാ കേരള ഇരിട്ടി. हाँ दिल्ली से गाड़ी पहुंच गया सर आपका? हाँ आप ही है ना? आपकी गाड़ी है ना? हाँ ഗൈസ്, അതായത് ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ തട്ടുമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചത്, അങ്ങനെ നോക്കാനാ ഗൈസ്. അങ്ങനെയാണ് സംഭവം. ഞാൻ എന്തായാലും സാധനം എടുക്കട്ടെ, അത് വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും കയറാം, എണ്ണ അടിക്കട്ടെ. ഇതെന്തോ കൊടിയുണ്ടല്ലോ, ആം ആദ്മി പാർട്ടിയുടെയാ. എടാ കൊടി എടുത്ത് മാറ്റിക്കോടാ. ഈ വണ്ടിയുടെ എണ്ണ മൊത്തം തീർന്നു. ഇതൊന്ന് 26 ഓടിയതാ, മറ്റേ വണ്ടി 74 എത്ര അങ്ങനെ ഓടിയിട്ടുള്ളൂ. അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടോ. ഇന്ന് ഞങ്ങൾ നേരെ തിരിച്ചുറങ്ങാം കേട്ടോ. വണ്ടിയും സംഭവങ്ങളൊക്കെ കിട്ടി. പുറകിൽ ലിബിൻ വരുന്നുണ്ട്, നമുക്ക് കുറച്ച് താഴെ ഒതുക്കാം. എന്നിട്ട് അവരോട് എല്ലാം പറഞ്ഞിട്ട് താഴോട്ട് പോവാം. ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട സ്ഥലം, ആഹാ എന്താ രസം നോക്കിയേ, കിടിലൻ സ്ഥലം. ഫൈനലി വണ്ടി ഇവിടെ ഒരെണ്ണം നിർത്തി, ഒരെണ്ണം ഇവിടെ കൊണ്ട് നിർത്തി. ഇനിയിപ്പോൾ ലിബിനാണ് വണ്ടി കൊണ്ടുവന്നത്. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവിന് പോകാം കേട്ടോ. കാരണം ഇത് ചുരം ഇറക്കുന്നതാണല്ലോ വണ്ടി. അല്ല, അഭിരാമി ബേക്കിലാണോ ഫ്രണ്ടിലാണോ? ഫ്രണ്ടിലാണോ? അപ്പൊ ചുരം ഇറക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് ഇതിന് പോയത്, പക്ഷേ ശ്രദ്ധിച്ച് ഇറക്കണം. കാരണം ഇതിന് കുറച്ച് പണിയുണ്ട്. ഇതിന്റെ ടയർ 2 മാറാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിന് ഷോക്ക് മാറാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് പാഡ്, അങ്ങനെ കുറച്ച് പണിയുണ്ട് ഈ വണ്ടിക്ക്. അപ്പൊ ഇത് ഇച്ചിരി ശ്രദ്ധിച്ച് വേണം ഈ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ സാധനം ആദ്യം വിളിച്ച്, ഇത് അവിടെയാണ് അവരുടെ വണ്ടി കിടക്കുന്നത്. നിന്നടുത്തുനിന്ന് മാറ്റൽ കൊണ്ട് അവള് നിന്നടുത്തുനിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. അഭിരാമി വരാൻ പറ. ഞങ്ങള് 3 ആണുങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി, അതിൻ്റെ അകത്ത് മൊത്തം പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് വന്നു. ഗൈസ്, ഇനിയിപ്പം നമ്മൾ വന്ന വഴി തിരിച്ചിറക്കിയിട്ട് ഈ വണ്ടി നാട്ടിലെത്താനാകുമ്പോൾ അവരുടെ അടുത്ത് കൊടുത്തു വിടണം. അവർ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ നേരെ ഇരിട്ടിക്ക് പോകും. ചെറിയൊരു പേപ്പർ വർക്ക് അടുത്ത് തീർക്കാറുണ്ട്. അതെ, അത് തീർത്തിട്ട് വേണം വീണ്ടും നമുക്ക് പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. ഗൈസ്, പിന്നെ ഒരു കാര്യം, ഈ സാധനം ഉണ്ടല്ലോ, ഇതൊരു വേറെ സാധനം കേട്ടോ. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ വാഹനം, നിങ്ങൾക്കറിയാവോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ വാഹനം ടയോട്ടയുടെ കൊറോള ആട്ടോ. വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാത്തതിന് സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് പോകാൻ പറ്റും, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. അല്ലെങ്കിൽ പാടുപെടും കേട്ടോ. പിന്നെ ഓട്ടോ മിറർ, അങ്ങനെയുള്ള ഒരുപ്പെട്ട എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും, അങ്ങനെ A to Z എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. നമ്മുടെ മറ്റേ വണ്ടിക്ക് ഇല്ലാത്ത കുറെ സാധനങ്ങൾ ഈ വണ്ടിക്കുണ്ട്. നോ കൊടുക്കുക. ഇതിന് ഇവര് രണ്ടാമത് വെച്ചാന്ന് തോന്നി കാണുന്ന ഡിസ്പ്ലേ. മറ്റേത് കമ്പനി ഇതാവില്ലേ, ബ്ലൂടൂത്ത് മാറ്റിയിട്ടില്ല, ഇതിനകത്ത് എന്തൊക്കെയോ മാറ്റിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ട്. പിന്നെ മറ്റേത് ഫുള്ള് കമ്പനി സെറ്റപ്പ്. ഇവിടെയൊക്കെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളുണ്ട്. എന്നാ മൈലേജ് ഇടുന്നൊക്കെ ദൈവത്തിനറിയാം. 1500 എണ്ണയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ എത്തിയെന്ന്, വിരാജിപ്പേട്ട വരെ. പിന്നെ എന്നാ വേണ്ടേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? 3000 രൂപയുടെ എണ്ണയ്ക്ക് വീട്ടിലെത്തിയാലേ. അല്ല, 2000 രൂപ മതിയല്ലോ അങ്ങനെ കണക്ക് കൂട്ടുവാണല്ലോ. നമ്മളിപ്പോ 2ാമതും അടിച്ചിട്ടുണ്ട് സാധനങ്ങൾ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ എത്രയും പെട്ടെന്ന് വീട് പിടിക്കാം, അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം വെച്ചാൽ വണ്ടി ഒന്ന് കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഒന്ന് നീറ്റാക്കി എടുക്കണം. ടയറും മാറണം അല്ലടാ. പിന്നെ നമുക്ക് 6 ടയർ മേടിക്കണം, മറ്റേനും മേടിക്കണ്ടേ. 3 ഇതിനും വേണം, 3 ഇതിനും വേണം. ഫൈനലി നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. ഫുള്ള് കുരങ്ങന്മാരാണ്, അവരുടെ ഏരിയ കേട്ടോ ഇത്. ഈ റോഡ് ചൊവ്വായിട്ടില്ല, യാഥാർത്ഥ്യം അതാ. റോഡ് ഇനി ചൊവ്വായി ഒന്ന് റെഡിയാക്കി മൊത്തം വരാനോ. ഇത് നമ്മൾ അന്ന് വന്നേ ഫുള്ള് സൗണ്ട് ഇട്ട് ലെവലാക്കിയ, അതിന് മുന്നേ ഫുള്ള് കട്ടറല്ലായിരുന്നു. അതെ, നീ പറഞ്ഞ കറക്റ്റാ. വീലൊടിഞ്ഞു പോയത് നോക്കിയേ. ഹെവി ലോഡാണ് ഇപ്പൊ അല്ലേ. ഫ്രണ്ട് വീൽ ഒടിഞ്ഞു പോയല്ലേ, ഫ്രണ്ട് വീൽ ഒടിഞ്ഞു പോയി. അതാ സംഭവം. കാട്ടിലെ പാവങ്ങൾ തന്നെ ഈയിടെയായിട്ട് ഇവിടെ ഇച്ചിരി ഇത് കൂടുതലാട്ടോ, അപകടങ്ങൾ ഈയിടെയായിട്ട് ഇച്ചിരി കൂടുന്നു. കാര്യം വണ്ടി കൂടി. പിന്നെ അത് മാത്രമല്ല, ഇത്രയും വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യം ഈ റോഡിനുണ്ടോന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇത്ര വണ്ടിയുണ്ട്, നൈറ്റൊക്കെ എന്നോ തിരക്ക്. എല്ലാരും സഹകരിച്ച് പയ്യെ അങ്ങ് പോവാണെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാരും കുത്തിക്കയറ്റി പ്രശ്നം പറ്റുന്നത്. അതെ ഗൈസ്, ഇതേ അടുത്ത് കിടക്കുന്നു കംപ്ലൈന്റ്. ഇല കുത്തി വെച്ചോണ്ട്. ഇന്ത്യയിലെ സിഗ്നൽ ആട്ടോ, ഇന്ത്യയിൽ പറ്റിക്കഴിഞ്ഞാൽ ഇല കുത്തി വെക്കും. ശരിക്കും ഈ വണ്ടി പോകാൻ പറ്റൂലാത്ത ഇത്ര വലിയ വീലിൽ നിന്നും ഇവിടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് അറിയത്തില്ല കേട്ടോ. തന്നെ പകല് മാത്രം വിടുന്നുണ്ടോ ലക്ഷ്മി? ഇതേ പകല് മാത്രം വിടുന്നുണ്ടോ? ശരിക്കും രാത്രി അല്ലെങ്കിൽ ലോറി പോകുന്ന ഇതിലെ അറിയില്ല. ഇനി മഴക്കാലത്താണ് പ്രശ്നം, നമുക്ക് അറിയത്തില്ല. ഇവിടെ എന്തോ 6 വീല് കൂടുതൽ വിടാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെന്നുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ലേ. എങ്ങോട്ട് പോകുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ചെന്നൈ. ഇതിലെങ്ങനെ ചെന്നൈക്ക് പോകുന്നേ? കണ്ണൂർ ചെന്നൈ ബാംഗ്ലൂരിൽ എന്നിട്ട്. പക്ഷെ ഞാനിത് ഓൺലൈനിൽ നോക്കാൻ ഇതൊന്നും കാണാറില്ല. തിരിച്ച് നമ്മള് പോലീസ് ചെക്ക് പോസ്റ്റ് എത്തിട്ടോ.
ഗൈസ് നോക്കൂ, ഫൈനലി ജെയിംസ് ചേട്ടൻ്റെ അടുത്ത് നമ്മുടെ വണ്ടികളെല്ലാം കൊണ്ട് കൊടുത്തു പോവാണ് ജെയിംസ് ചേട്ടാ. അതായത് ഇതുണ്ടോ, ആ കുറോളം വെച്ചു, ഈ കുറോളം വെച്ചു, 2 കുറോളം ഇതുണ്ടോ, വാലി താഴ്ത്തി തൂങ്ങി കിടക്കുന്ന കുറോളം. അതെ, ഇതേ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുന്ന ഒരു പ്രത്യേക നോട്ട് ദ പോയിന്റ്. നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇവർ ഡൽഹിയിലെ അവരുടെ ആചാരപ്രകാരം പൂജിച്ച പല സാധനങ്ങളും വണ്ടിയിലുണ്ടാവും. അത് നമ്മുടെ ആചാരമായിട്ട് ചേരില്ലെന്ന് വിചാരിച്ച് എടുത്ത് കളഞ്ഞാക്കരുത്. പാലും വെള്ളത്തിൽ കിട്ടും. ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഇപ്രാവശ്യം എടുത്ത് കളഞ്ഞില്ല, എനിക്ക് വയ്യ. എങ്ങോട്ടാ ഇറങ്ങണേ? ഇവിടെ താഴെ ഇറങ്ങണ, താഴെ ഇറങ്ങ, ഇറങ്ങണ താഴെ, ഇവിടെ ഇറങ്ങണ. എവിടെ ഇറങ്ങ? അമ്മ അങ്ങോട്ട് നീങ്ങിരുന്നേ, അമ്മേ തുറന്നേ. നമുക്ക് ഇവിടെ ഇരിക്കാം ലിബി. അമ്മ അങ്ങോട്ട് നീങ്ങിരുന്നേ. അല്ല, അങ്ങ് ഇങ്ങോട്ട് നീങ്ങണ്ട, അവിടെ അമ്മ ഇവിടെ തന്നെ ഇരുന്നു. ഗൈസ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോട്ടെ. മൈക്കിള് കട്ടകലം പാട്ടെ ചില സമയത്ത്. വാട്ട് ഈസ് ദിസ്? ബനാന അപ്പം മേടിച്ചു കൊടുക്കും. പഴംപൊരി. ഗൈസ് നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. നേരെ ഫ്രണ്ടിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകട്ടോ. ഫൈനലി നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ വണ്ടിയും സാധനങ്ങളൊക്കെ കിട്ടി. ഒരു കണക്കിന് നമ്മൾ ബാംഗ്ലൂർ പോയി എടുക്കുന്നത് നല്ലത്. അവർ തന്നെ ഡെലിവറി ചെയ്ത് ഇവിടെ കൊണ്ടുപോയി തരുന്നതാണ്. അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് ബസ്സിന് കയറി പോകണം. ഇവിടുന്ന് ബാംഗ്ലൂരിന് പോകണമെങ്കിൽ 1500, കുറഞ്ഞത് 1500 രൂപയാവും. എന്റെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ക്രിസ്മസിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുന്നതല്ലേ, അതായത് ലീവ് കഴിഞ്ഞിട്ടുള്ളേ, അപ്പൊ ടിക്കറ്റ് ഒക്കെ ഡബിൾ പൈസ ആയിരിക്കും. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ പുൽക്കൂട് അതേപോലെ ഉണ്ട്. വെള്ളം നനയ്ക്കും കേട്ടോ, വെള്ളം നനയ്ക്കാനുള്ള കാര്യങ്ങൾ നടക്കൂല. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, നമ്മുടെ ഓമിനി ചെറുക്കനെ നാളെ പണിയാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇവൻ്റെ പെയിൻറ്റ് ഇത് തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ വണ്ടിക്കകത്ത് പല കാര്യങ്ങളും ചെയ്യണമെന്നുള്ളത് അതെന്തായാലും ഈ പ്രാവശ്യം ചെയ്യാൻ തീരുമാനിച്ചു. അത് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ നാളെ വണ്ടി കോടതി പോകുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ വണ്ടി കൊണ്ടുപോയി വണ്ടി പണിയാൻ വേണ്ടി കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് പരിപാടിയും സംഭവങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അല്ലാടാ നമുക്ക് കേസിന്റെ ട്രയൽ തുടങ്ങി. ഇനി 6 മാസത്തിനുള്ളിൽ കേസ് തീരണം. നമ്മുടെ പാസ്പോർട്ടൊക്കെ ഭയങ്കര ചോദ്യചിഹ്നമായിട്ടിരിക്കുക. അതിപ്പം അതും ഇതിൻ്റെ കൂടുതൽ വേണം ചെയ്യാൻ വേണ്ടി. അല്ലാടാ ലിബിനെ? അല്ല, ഇതിൻ്റെ കൂടുതൽ അതിൻ്റെ ഇടയ്ക്ക് വേണം ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ വേണ്ടി, യൂറോപ്പ് പോയിട്ട് അല്ലേ? ഗൈസ് അങ്ങനെയും കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് യൂറോപ്പിൽ പോയിട്ട് വരണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇതെല്ലാം നടത്തിയെടുക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. കേസുള്ളത് ഒരു വലിയ വിലങ്ങടിയായിപ്പോയി. അതൊരു വലിയ പ്രശ്നമായിപ്പോയി കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ലിബിൻ അവിടെ പുൽക്കൂടിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. അതേസമയം നോക്കിയേ, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഈ സൈഡിലൊരു പ്രത്യേക വ്യൂ ഉണ്ടെന്ന്. അത് പ്രത്യേകിച്ച് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലിംഗ് എന്ന് വെച്ചാൽ ഒരു 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 പ്രത്യേക ഫീലിംഗ്. അല്ലാതെ ലിബിനെ ആ സമയത്ത് നല്ല തണുപ്പുണ്ട്. ലിബിന് പനിയാണ്. ഡിസംബർ മാസം മാത്രമേ ഉള്ളൂ. ലിബിന് നല്ല പനി ഇതുവരെ പോയിട്ടില്ല. നല്ല ശക്തമായ പനിയും കഫക്കെട്ടുമാണ്. ഇതുവരെ അത് മാറിയിട്ടില്ല. അല്ലേടാ ലിബിനെ? ഇതെന്നാ പനിയാണ്, ഒരു പിടുത്തമില്ല. ക്രിസ്മസിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ന്യൂ ഇയർ 30ഓടുകൂടിയൊക്കെ ലൈറ്റുകളും സംഭവങ്ങളൊക്കെ അഴിച്ച് മാറ്റി ഈ പ്രാവശ്യം എല്ലാം കൂട്ടിക്കെട്ടി വെക്കണം. പിന്നെ ലേസറൊക്കെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച ലേസറൊക്കെയാണ്, അതും എടുത്ത് ശരിയാക്കി വെക്കണം, കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ നല്ല കൂട്ടിക്കെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. സാധനങ്ങളൊന്നും നശിക്കാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു വെക്കുന്നത്. പിന്നെ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, നമ്മൾ ഏകദേശം ജനുവരി ഫസ്റ്റ് വീക്ക് ോടുകൂടി നമ്മൾ നേരെ പത്താംകോട്ടിന് പോകും. നമ്മുടെ വണ്ടി അങ്ങനെ എടുക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ആർമി ട്രക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നതാണ്. അതിൻ്റെ അകത്തും കുറേ സർപ്രൈസുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കൊണ്ടുവരുന്ന അതേ സമയത്ത് തന്നെ നമുക്കിവിടെ ഒരു സ്ഥലം ആവശ്യമാണ്. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയായ എന്താ പറയുക, നമ്മുടെ ഒരു മ്യൂസിയം പോലത്തെ നമ്മൾ വണ്ടികൾ ഇടാനുള്ള സ്ഥലവും, പിന്നെ അതുകൂടാതെ അവിടെ അത്യാവശ്യം വർക്കുകളും പരിപാടിയൊക്കെ, അതായത് നമ്മുടെ തന്നെ വണ്ടികൾ പരിപാടിയൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളും പിന്നെ അതുപോലുള്ള സാധനങ്ങളും, അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഫൈനലി ഞങ്ങളുടെ ഇരിപ്പിടത്തിലെത്തി. അതായത് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ മൈക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതായത് ഇപ്പം ഡിജെയുടെ മൈക്കുണ്ട്, ഹോളി ലാൻഡ് ഉണ്ട്, അങ്ങനെ റോഡുണ്ട്, സെനൈസറുണ്ട്, അങ്ങനെ പല കമ്പനികളുണ്ട്. എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ പരീക്ഷയാണ്. ഞാൻ ഇതിൻ്റെ അകത്തുനിന്നൊരു കേസ് പറയാം. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ സാധനമാണ് സെനൈസറിൻ്റെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ മൈക്ക്. 21,000 രൂപയുള്ളൂ. അതായത് ഡിജെയുടെ മൈക്കിന് 36,000 40,000 വിലയുണ്ട്. കറക്റ്റ് ഓർക്കുന്നില്ല. ഇതിന്റെ പ്രത്യേകത മൈക്ക് എന്ന് വെച്ചിട്ടുണ്ട് സൗണ്ട് ഭയങ്കരമായിട്ട് പൊട്ടും. ഈ സെനൈസറിന്റെ മൈക്ക് എന്ന് വെച്ചാൽ സൗണ്ട് പൊട്ടൂല. മേഡ് ഇൻ ഒറിജിനൽ ജർമ്മൻ സ്പെക്കാണ്. നിങ്ങൾക്ക് പവർ ബാങ്ക്, പിന്നെ ഇതേപോലെ കിറ്റ്, ഇതിൻ്റെ അകത്ത് മാഗ്നറ്റ്, ഇതിൻ്റെ അകത്ത് മൈക്ക്. ഇപ്പം ലിബി വെച്ചാക്കുന്ന ഈ മൈക്ക് സെനൈസറാണ്. പിന്നെ അതുപോലെയുള്ള എല്ലാ പരിപാടിയും സംഭവങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല സാധനമാണ്. ഞാൻ ഉപയോഗിച്ചാൽ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ എനിക്ക് നിങ്ങൾക്കും ഇതിൻ്റെ വോയിസ് കേട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാം. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം,
നമ്മുടെ നെപ്പോളിയൻ ഗ്രാൻഡ് ഫാദർ അല്ലേ, അങ്ങനെ വേണം വിളിക്കാം. അപ്പം ആ വണ്ടി വരുമ്പം നമുക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്കൊരു ഈ ബുള്ളറ്റിൻ്റെ ഒരു മ്യൂസിയം പോലെ, അതായത് നമ്മൾ ആദ്യം യാത്ര ചെയ്ത മുതലുള്ള സാധനങ്ങൾ കണ്ടുമണി വീട്ടിൽ കെട്ടിക്കിടക്കുക. ഞങ്ങളത് മാത്രം വിട്ടുകൊടുത്തില്ല. ഞങ്ങളുടെ ടയറ്, ഞങ്ങളുടെ ഗ്യാസ് സ്റ്റൗ, ഞങ്ങളുടെ സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് ഞങ്ങളുടെ വണ്ടിയൊക്കെ ഒന്ന്, ഈ വീട്ടിലൊന്നും എല്ലാ വണ്ടിയും കൊള്ളത്തൊന്നുമില്ല, ഇവിടെ ഒരു 2 വണ്ടിയുള്ള സെറ്റപ്പേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം അവിടെ ചെയ്യണം. പിന്നെ അതുകൂടാതെ നമ്മുടെ വണ്ടി അവിടുന്ന് തന്നെ പണിത് സ്പെക്ക് റെഡിയാക്കി കൊണ്ടുപോകണം. പിന്നെ അതുകൂടാതെ പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴാണെങ്കിലും നമ്മുടെ വണ്ടി ഡിസൈൻ ചെയ്യുന്ന മൊത്തം എബിനാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇച്ചിരി കൂടെ നമുക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഇച്ചിരി കൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ വണ്ടി എവിടെ പണിതാലും ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ ഒരു കേസ്, നമ്മൾ ബസ് കൊടുത്തിട്ട് ഏത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരു അർബാനിയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർബാനിയ നമുക്ക് കൂടുതലും വിദേശ രാജ്യത്തോട്ട് പോകുന്ന നേരത്ത് ബെൻസ് സ്പ്ലിൻഡറായിട്ട് മാച്ചുണ്ട്. അതായത് ഇതൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പം ബെൻസ് സ്പ്ലിൻഡറിൻ്റെ പല സാധനങ്ങൾ ഇതിൽ കയറും, പിന്നെ ട്രാവലറിൻ്റെ പല സാധനങ്ങളും കയറുന്നതുകൊണ്ട് നമുക്കിതുകൊണ്ട് ഒരു വേൾഡ് യാത്ര വീണ്ടും അടിക്കുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പം നമ്മൾ അടുത്ത ഒരു ബസ് എടുക്കാനായിരുന്നു ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കാർനെറ്റ് അടിച്ച് പുറത്ത് കൊണ്ടുപോയാൽ കുറഞ്ഞത് 30 ലക്ഷം രൂപ കാർനെറ്റ് തന്നെയാവും. പിന്നെ എല്ലാ റോഡുകളിൽ കൂടെ ഓടിക്കാൻ പറ്റത്തില്ല, പിന്നെ പല സ്ഥലത്തും പല രാജ്യം എൻട്രി തരത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചില രാജ്യങ്ങൾ BS6 വണ്ടികൾ BS4 ആയിട്ടുള്ള വണ്ടികൾ കയറ്റിവിടത്തില്ല, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വീണ്ടും ബസ് BS6 എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ പല സ്ഥലത്തും 5.5, ചില സ്ഥലത്ത് 3.5 ഒക്കെ ഹൈറ്റൊക്കെ കയറ്റി വിടത്തുള്ളൂ, ചില സ്ഥലത്ത് 2.5 കൊണ്ടുപോകാൻ സംശയമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നമ്മൾ യാത്ര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ലാസ്റ്റ് ഞങ്ങൾ തീരുമാനത്തിൽ അർബാനി എടുത്ത് നമുക്ക് സ്വന്തം ഒരു പ്രത്യേക സ്പെക്കിപ്പാണിത്, അതിനെ ഇറക്കി. അതുകൊണ്ടാണ് ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഓൺ പ്രോഡക്റ്റ്, അതെ, ചിലപ്പോൾ TT നെപ്പോളിയനെ ഈ പോക്കിന് പിന്നെ UK കൂടെ കൊണ്ടുപോയിട്ട് യൂറോപ്പും കൂടെ അടിച്ചിട്ട് ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരും. അമേരിക്കയ്ക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കൊണ്ടുവന്ന അടുത്ത വണ്ടിയായിരിക്കും. അത് നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ പണിത് അങ്ങനെ കൊണ്ടുവന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അത് വേറെ ഒന്നുമല്ല, അതായത് നമ്മുടെ ഒരു സ്വപ്നമുണ്ടല്ലോ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പെക്കില്ല. അത് നമ്മളിപ്പം എവിടെ പോയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്വന്തം പണിയുന്നതും നമ്മൾ മറ്റൊരു സ്ഥലത്ത് പണിയും തമ്മിൽ അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് മിക്സായി നമ്മുടെ ഒരു ഐഡിയ വരില്ല. ചിലപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പറയുകയാണ് ബേക്കിൽ ഇങ്ങനെ സാധനം വെക്കാം, അപ്പോൾ ഒരു 5-6 അഭിപ്രായം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ ചിന്തിക്കും, ഷോ അപ്പോൾ അത് അവർ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്, നമുക്കത് മാറ്റണം എന്ന് തോന്നും. അപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം അല്ല, നമ്മുടെ ഒരു ആശയം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം ഇതാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ആശയങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമുണ്ട്, അത് ചെയ്യണം. പ്ലാൻ ചെയ്യുന്നത് അർബാനി എടുക്കാണ്ട് പ്ലാൻ ചെയ്യുന്ന ഒരു 4-5 മാസം കഴിഞ്ഞാണ്. അത് നിങ്ങളോട് ആദ്യമേ പറഞ്ഞതേ ഉള്ളൂ. ഒരു എന്തായാലും 4-5-6 മാസം എടുക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ സംഭവം സെറ്റാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അത് സെറ്റായി നമ്മുടെ വണ്ടി അവിടുന്ന് കൊണ്ടുവരണം. അത് അവിടുന്ന് ഇവിടെ കൊണ്ടുവരുന്നതിന് മാസങ്ങളെടുക്കും. ഓടിച്ചുകൊണ്ട് തന്നെയാണ് റിട്ടേൺ വരുന്നത്. അതിവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് അടുത്ത വണ്ടിയുടെ പണി തുടങ്ങി നമുക്ക് അടുത്ത യാത്ര പോകാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നില്ല 26-ൽ നമ്മുടെ ഉദ്ദേശം, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് സക്സസ് ആക്കുക, അതിൻ്റെ അന്നൊരു വരുമാനം കണ്ടെത്തുക, പിന്നെ അത് കൂടാതെ അതിനെ നമ്മൾ സ്വപ്നം കാണുന്ന രീതിയുണ്ട് അതിലേക്ക് എത്തിക്കുക. അതായത് ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ക്യാരവാൻ പണിയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, ഇപ്പോൾ ഉള്ള പോലെയല്ല. അതായത് ഇച്ചിരി എല്ലാവർക്കും പിന്നെ എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്യാരവാൻ ഇറക്കാം. ആ യാത്രേനെ പിന്നെ കുറച്ചും കൂടെ അത് എല്ലായിടത്തും നമ്മൾ എത്തിച്ചു, യൂറോപ്പ് വരെ പോയി. ഇപ്പോൾ അത് കോമൺ ആണ്. പക്ഷേ ഈ വാഹനം ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കിട്ടണം, അതാണ്, എന്നാലേ ഇത് വിജയിക്കുള്ളൂ. അല്ലാതെ ഇത് വിജയിക്കില്ല. കാരണം ഭയങ്കര എക്സ്പെൻസീവാണ് ഗൈസ്, സത്യം പറയാമല്ലോ. കാരണം അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. ഇനിയിപ്പം 2026-ൽ കിയയുടെ കാരവാൻ വരുന്നുണ്ട്, പിന്നെ MGയുടെ വരുന്നുണ്ട്, വേറെ ഏതൊക്കെയോ വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചമായ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പം 2026 യാത്രയെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ സ്ഥാപനത്തെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതായത് 2026 സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നമ്മുടെ സ്ഥാപനം വിജയിപ്പിച്ചിട്ട് വേണം 26 കഴിഞ്ഞ് 27-ൽ നമുക്ക് യാത്ര തുടങ്ങാം. ഇനി ഒരു ഇൻ്റർനാഷണൽ യാത്ര ക്യാരവാൻ കൊണ്ട്, അതായത് നമ്മുടെ നെപ്പോളിയൻ എന്നുള്ള സാധനം ഇനിയും ആ ഒരു നെപ്പോളിയൻ എന്നുള്ള ബ്രാൻഡ് നെയിം അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ അവിടെ ബുള്ളറ്റ് എന്നുള്ള ബ്രാൻഡ് നെയിം വെച്ചിട്ട് നെപ്പോളിയൻ എന്നുള്ളത് ചെറിയതായിട്ട് കൊണ്ടുവരും. അതാ പറഞ്ഞാൽ നെപ്പോളിയൻ എന്നുള്ളൊരു പേരായിട്ടായിരുന്നു. ആ പേരിനെ നമ്മളെടുത്ത് താഴെ ഇപ്പോൾ ബുള്ളറ്റിൻ്റെ സ്ഥാനത്തിരിക്കുന്ന അവിടെയും ബുള്ളറ്റിനെ എടുത്ത് മേടി വെക്കുക. അതിനൊരു കാരണമുണ്ട്, അതെന്നാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇച്ചിരി സമയം എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സസ്പെൻസാണ്. അപ്പം നമ്മളിപ്പം പറഞ്ഞ ഇപ്പം നിങ്ങൾ ഒരു എൻഡവർ എടുക്കുന്നത് എടുത്തു, കൊറോള എടുക്കുമെന്ന് പറഞ്ഞാൽ അതെടുത്തു, പിന്നെ അക്കോഡ് ഞങ്ങൾ ഒരു ആവേശത്തിന് എടുത്താണ്. അപ്പോൾ എന്താ പറയുക, നമ്മളതിൽ അങ്ങനെ പ്ലാനൊന്നുമില്ലായിരുന്നു, ഞങ്ങളങ്ങ് എടുത്തു. പിന്നെ അതുകൂടാതെ
ഞങ്ങൾ പറഞ്ഞു അതായത് ആർമി വണ്ടി എടുക്കുന്നുണ്ടെന്ന്, അതിൻ്റെ പേപ്പർ വർക്ക് എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാലിൻ്റെ. അപ്പോൾ അതിനാണ് നമ്മൾ പത്താംകോടിലേക്ക് അടുത്ത മാസം ഫസ്റ്റ് വീക്ക് പോകുന്നത്. ഫസ്റ്റ് ചിലപ്പോൾ സ്റ്റാലിൻ്റെ പേപ്പർ ശരിയാൻ ചാൻസ് ഉണ്ടാവും. അതെ, അപ്പോൾ അത് നമുക്ക് ആദ്യം ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരാം. അതുകൂടാതെ അർബാനിയുടെ കേസും പറഞ്ഞു. ചിലപ്പോൾ ഇതെന്നെ സംബന്ധിച്ച് അർബാനി ഞങ്ങൾക്ക് വേണേൽ നാളെ എടുക്കണേ അല്ലെ മറ്റന്നാൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. എന്നെ സംബന്ധിച്ചാൽ നമ്മുടെ ഒരു വർക്ക്ഷോപ്പിന് വേണ്ടി അല്ല നമ്മുടെ ഒരു മ്യൂസിയത്തിന് വേണ്ടി ഒരു സംഭവം ഒരു സ്ഥലം മേടിക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല നടത്താൻ പോകുന്നത്. അതായത് ഇവിടെ അപ്രോക്സിമേറ്റ് ഒരു സ്ഥലം മേടിക്കണം അത്യാവശ്യം നല്ല പൈസയാവും. അപ്പോൾ ആ പൈസ നമ്മൾ പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് സ്ഥലം മേടിച്ച് എല്ലാം ചെറിയ രീതി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒരു 5 വർഷം വേണ്ടി വരും നമ്മളൊന്ന് ഡെവലപ്പായി വരാം. പക്ഷേ 26 ഒരു സക്സസ്ഫുള്ളി റണ്ണിങ് ആക്കി എടുക്കണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. കുറേ അധികം ആളുകൾക്ക് ജോലി തരാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വെച്ചിട്ടുണ്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ്. അതെ, അതാണ് ചീപ്പാണ്. പിന്നെ അതേപോലെ തന്നെ സാധനത്തിന്റെ ക്വാളിറ്റി നന്നാവണം, അതുപോലെ കസ്റ്റമർ സ്പീഡായിട്ട് സംഭവം കൊടുക്കാൻ പറ്റും. യെസ്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം അത് നമ്മുടെ ഒരു സ്വപ്നമാണ്. അതായത് ഒരു എന്താ പറയുക, അതായത് എല്ലാവർക്കും ഉണ്ടാവില്ലേ നമുക്കൊരു സ്വന്തമായിട്ടൊരു ഓൺ ഗ്യാരേജ്. ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾ പല സ്ഥലത്ത് പോകുന്ന നേരത്ത് എല്ലാവർക്കും സ്വന്തം ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ അതേപോലെ സ്വന്തം ഗ്യാരേജ് നമ്മുടെ വണ്ടികൾ പണിയാനും സംഭവത്തിനും. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ പറയാനുള്ളൂ. എല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് കോടതിയുണ്ട്, നാളെ കോടതി പോകണം. അതെങ്ങനെയാവും അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാളത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും വീഡിയോ ഉള്ളൂ. ഇത്രയും കാര്യം പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ.